സ്പെയിനിനോടേറ്റ തോൽവിക്ക് പിന്നാലെ വികാരാധീനനായി സൂപ്പർതാരം ക്രിസ്ത്യാനോ റൊണാൾഡോ. വിരമിക്കൽ തീരുമാനം ഉടൻ ഉണ്ടാകില്ലെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞു. ലോകകപ്പിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. കഴിവിന്റെ പരമാവധി ചെയ്തുവെന്നും കുറ്റബോധമില്ലെന്നും റോണോ പ്രതികരിച്ചു. Como me levanté hoy, igual, con la conciencia tranquila, ha dado mi mejor. Ha ganado 3 títulos por Portugal. Antes de Cristiano, Portugal no tenía ganado ningún título. Pues contento. La verdad que el mayor título que gané en la selección fue 2016, que para mí tiene la misma dimensión que un mundial, sinceramente. Por eso, repito, salgo de conciencia tranquila de mi mejor y ya está. Mañana será un nuevo día y la vida sigue. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ് നമുക്കിപ്പം തത്സമയമുണ്ട്. ഖിലാഫെ, ഗുഡ് മോർണിംഗ്. ഒരു തലമുറയെ ആകെ പ്രചോദിപ്പിച്ച, ഒരു തലമുറയെ ആകെ ഫുട്ബോളിലേക്ക് എത്തിച്ച ഇതിഹാസം പടിയിറങ്ങുകയാണ് കണ്ണീരണിഞ്ഞുകൊണ്ട്, വികാരാധീനനായി. തീർച്ചയായും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ വികാരാധീനനായാണ് ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകകപ്പിനോട് വിട പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് താരം ഉടൻ തന്നെ വിരമിക്കില്ല എന്ന വ്യക്തമാക്കുന്ന ഒരു വീഡിയോ സന്ദേശം അല്ലെങ്കിൽ പ്രതികരണമായിരുന്നു പിന്നീട് കളത്തിന് പുറത്തേക്ക് എത്തിയപ്പോൾ താരം നടത്തിയത്. അതിൽ കളത്തിലേക്ക് ഉണ്ടാവുമ്പോൾ തന്നെ കണ്ണീർ അണിഞ്ഞുകൊണ്ടാണ് ഈ ലോകകപ്പിനോട് തന്നെ വിട വാങ്ങിയത്. അപ്പോൾ തന്നെ താരം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. അതായത് ഈ ഒരു വിരമിക്കൽ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലോകകപ്പിൽ നിന്ന് ഇങ്ങനെ പുറത്തു പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് താരം പ്രതികരിച്ചത്. ഒപ്പം കുറ്റബോധമില്ല, പോർച്ചുഗലിനായി നേടാവുന്നതെല്ലാം നേടിയിട്ടുണ്ട്, കഴിവിൻ്റെ പരമാവധി നൽകി, പിന്നീട് ഇങ്ങനെ ഒരു ലോകകപ്പിൽ നിന്നുള്ള മടക്കം ആഗ്രഹിച്ചിരുന്നില്ല എന്നും കൂടി താരം പറയുന്നുണ്ട്. ഒപ്പം നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് താരം പറഞ്ഞ മറ്റൊരു കാര്യം എന്നത് യൂറോ കപ്പിനെ ലോകകപ്പിനെ പോലെ തന്നെ കാണുന്നതാണ്. അത് 2016 ആദ്യ കിരീടം പോർച്ചുഗലിനൊപ്പം നേടുമ്പോൾ അത് തൻ്റെ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു, പോർച്ചുഗലിനായിട്ടുള്ള ആദ്യ കിരീടം. ആ ഒരു കിരീടം നേടിക്കൊടുക്കുന്നതിൽ തനിക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ലോകകപ്പോളം തന്നെ അതുപോലെ അതും പ്രധാനമാണ്. യൂറോ കപ്പ് എന്നത് എന്നും തൻ്റെ മികച്ച നേട്ടങ്ങളിൽ ഒന്നായിരിക്കും. കൂടാതെ താൻ പോർച്ചുഗലിലേക്ക് എത്തുന്നത് വരെ ഒരു കിരീടവും പോലും പോർച്ചുഗലിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ താൻ വന്നതിന് ശേഷം 3 കിരീടങ്ങൾ എടുത്തു കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. അത് യൂറോ കപ്പ് ആകട്ടെ, നേഷൻസ് ലീഗ് ആകട്ടെ, നേടാവുന്ന എല്ലാ നേട്ടങ്ങളും നേടിക്കൊണ്ടാണ് താൻ പടിയിറങ്ങുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും താരം വിരമിക്കലിന്റെ ഒരു സൂചനയും, അതായത് നേരത്തെ താരത്തിന്റെ സഹോദരി പറഞ്ഞിരുന്നു ലോകകപ്പ് കഴിഞ്ഞാലുടൻ തന്നെ റോണോ വിരമിക്കുമെന്ന്. എന്നാൽ ആ ഒരു വാക്കുകളൊക്കെ തള്ളിക്കളയുന്ന രീതിയിലാണ് റൊണാൾഡോയുടെ ഈ ഒരു പ്രതികരണം. കണ്ണീരണിഞ്ഞോട് ലോകകപ്പിൽ നിന്ന് പിന്മാറുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ 6 ലോകകപ്പുകളിൽ കളിച്ചുകൊണ്ട് 6 ലോകകപ്പിൽ ഗോൾ നേടുന്ന താരമെന്ന നേട്ടത്തോടെ ഖ്യാതിയോടെ കൂടിയാണ് റൊണാൾഡോ ലോകകപ്പിൽ നിന്ന് വിട പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിന്. സ്പെയിനിനെതിരെ ഒരു വലിയൊരു പകരം വീട്ടലായിരുന്നു സ്പെയിൻ്റെ ഇന്ന് പോർച്ചുഗലിനെതിരെ നടത്തിയത്. അത് 2025 നേഷൻസ് ലീഗ് നേടുമ്പോൾ അന്ന് പോർച്ചുഗലിനെ സ്പെയിനിനെ തകർത്തുകൊണ്ടാണ് ആ കിരീടം നേടിയത്. അതിനുള്ള ഒരു മധുര പ്രതികാരം അത് റൊണാൾഡോയുടെ ലോകകപ്പ് ആഗ്രഹങ്ങൾക്ക്, കിരീടമില്ലാത്ത മടക്കത്തിനെയും കൂടി വഴിയൊരുക്കുകയായിരുന്നു. സേതു, ശരി.